നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 8-ാം തീയതി, 1200-ാം ആണ്ട് വൃശ്ചിക മാസം 23-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഇപ്പോൾ നക്ഷത്രം വന്നിരിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം ഞായറാഴ്ച. നക്ഷത്രം പറയുകയാണെങ്കിൽ ശുഭനക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. ഇപ്പോൾ ചതയ നക്ഷത്രം വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ്. ഏറ്റവും സൂര്യൻ്റെ ദിവസത്തിന് പ്രത്യേകത, സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ ജീവനം പകരുന്ന ശക്തി. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് സൂര്യൻ. അപ്പോൾ ഞായറാഴ്ച ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സൂര്യന് കൂടുതൽ ആധിക്യമുള്ള ദിവസമാണ് ശരിക്ക് ഞായറാഴ്ച. അപ്പോൾ ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാവുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ചതയം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ശാന്തിയും സമാധാനവും കിട്ടും. കുറച്ച് പ്രശസ്തി ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ, ബ്ലോക്കായി കിടക്കുന്ന കാര്യങ്ങൾ അനുകൂലപ്രദമായി തീരും. ഇങ്ങനെ സന്തോഷപ്രദമായ ഒരവസ്ഥയ്ക്കിടവരും. ഏഴര ശനിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കൊണ്ട് ഏഴര ശനിയൊന്നും തീരത്തില്ല. ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ള ദിവസത്തെ ആസ്പദമാക്കി ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അനുകൂലപ്രദമായ അവസ്ഥകളുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ, ഇപ്പം ഇന്നത്തെ ദിവസമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു, നമ്മൾ ഇറങ്ങുന്നവർ 2-3 സമയങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, രാവുകാല സമയം. അത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. രാവുകാലം നമുക്ക് നോക്കേണ്ടത് യാത്രയ്ക്ക് മാത്രമാണ്. ജാതകപ്രകാരം 4:34 തൊട്ട് 6 മണി വരെയാണ് ഇന്ന് രാവുകാല സമയം. 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:34 തുടങ്ങും, 6 മണി വരെ ഉള്ളൂ. അപ്പോൾ രാവുകാല സമയം ആകിലും രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ നമ്മൾ ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുക. രാഹു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ നാഗരുണർന്നിരിക്കുന്ന സമയമാണ്. രാഹുവിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് 1.5 മണിക്കൂറോളം സമയം. ഈ സമയത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ പാമ്പ് എഴയുന്നത് പോലെ നമ്മളെ യാത്രയെ വിഘ്നം വരുത്തും. അതുകൊണ്ടാണ് രാഹുകാല സമയത്ത് യാത്ര തുടങ്ങരുത് എന്ന് പറയാൻ കാരണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രയിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ യാത്ര തുടങ്ങുന്നതിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ 2 സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാല സമയവും. അതിൽ യമകണ്ഠകാല സമയം വരുന്നത് 12:16 തൊട്ട് 1:42 വരെയും, ഗുളികകാല സമയം വരുന്നത് 1:06 തൊട്ട് 3:06 തൊട്ട് 4:36 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 11:52 തൊട്ട് 12:40 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് നല്ല സമയത്തിൽ നല്ല സമയമെന്ന് പറയാം. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോൾ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. അത് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയണേ. സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് ചില കളറുകൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്ന് സൂര്യൻ്റെ കളറായ റെഡ് കളറോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ ആയിട്ടുള്ള ഡ്രസ്സിൽ ആ കളറും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും.
അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.